ചിരിയുടെ തമ്പുരാക്കന്മാർ ചിരിയുടെ പെരുമഴയുമായി എത്തുന്നു. ഫൺ ബേബി ഫൺ ഇന്നു മുതൽ ശനി ഞായർ ദിവസങ്ങളിൽ രാത്രി 8 മണിക്ക് നമ്മുടെ സൂര്യ ടിവിയിൽ. എന്താ വലിയൊരാൾക്കൂട്ടം ശിവാനി ചത്ത. ശിവാനി ചത്തെങ്കിലും എന്റെ കൊച്ചങ്ങൾക്കൊന്നും പറ്റിയിട്ടില്ലല്ലോ, അത് മതി. മിണ്ടാതെ വരാനല്ലേ പറഞ്ഞേ. വാ ഇവിടെ അടുത്തൊരു ക്ലിനിക് ഉണ്ട്, അവിടെ ഒന്ന് കാണിച്ചേക്ക്. കേസിന് വഴക്കിനൊന്നും പോവാൻ നിൽക്കണ്ട. ബൈക്ക് ഞാനൊരു വർക്ക്ഷോപ്പുകാരനെ കൊണ്ട് എടുപ്പിച്ചോളാം. താങ്ക് യു സാർ. സാറിന് ബുദ്ധിമുട്ടായല്ലേ? എന്താ ഗൗതം, പ്രണൻ എന്താ പറ്റിയത്? അത് ചെറിയ ചില ഫാമിലി ഇഷ്യൂസ്, അതിൻ്റെ ഒരു ഡിപ്രഷനാണ് സാർ. ഇതൊക്കെ ബോറാണ് ഗൗതം. ഈശ്വരമംഗലത്തിന് എന്ന് നാണക്കേടാ. ബോധം വരുമ്പോൾ ആളെന്ന് പറഞ്ഞ് മനസ്സിലാക്കണം. ശരി എന്നാ ചെല്ലു. താങ്ക് യു സാർ. എന്തായി, അവനെ കണ്ടോ മക്കളെ? ആ കണ്ടു, ആള് കാറിലുണ്ട്. അയ്യോ, എന്താ ഇത് മോനെ? പേടിക്കണ്ട. എന്ത് പറ്റി മോനെ? മോനെ കണവേ, മോനെ എഴുന്നേക്കടാ. ചെറിയൊരു ആക്സിഡന്റ് പറ്റിയോ? ആക്സിഡന്റോ മോനെ? കണ്ടുപിടിച്ച് ബോധമില്ലാതെ ബൈക്ക് കൊണ്ടുപോയി ഒരു ഡിവൈഡറിൽ ഇടിച്ചു കയറി. അയ്യോ, ഞാൻ എന്തേ കേക്കുന്നത്? ഞാൻ കണ്ട സ്വപ്നം അതുപോലെ പാലിക്കുകയാണല്ലോ ഭഗവാനെ. ഭഗവാനെ, എന്തെങ്കിലും സംഭവിച്ചു പോയാൽ എന്ത് ചെയ്യുമായിരുന്നു മോനെ? എടാ എണീക്ക്, എണീക്ക് മോനെ. ഒന്നുമില്ല, ഒന്നുമില്ല. അയ്യോ, എന്തുവാണിത്? നിനക്ക് എന്തെങ്കിലും പറ്റി എനിക്ക് സഹിക്കാൻ പറ്റുമോ? ചാവണം. അയ്യോ, എന്നെ പോലുള്ളവരൊന്നും ജീവിച്ചിരിക്കാൻ പാടില്ല. ചാവുന്നതാണല്ലേ. എന്തൊക്കെയാണ് ഞാൻ ഈ കാണുന്നത്? എനിക്ക് ഇതൊന്നും കണ്ടു നിൽക്ക്. അമ്മ ഒന്ന് സമാധാനപ്പെട്. ഗൗതം, നമുക്ക് അകത്ത് കൊണ്ടേ കിടത്താം. നടക്കട ഇങ്ങോട്ട്. ഒരു രാക്ഷസിയെ കണ്ടുപിടിച്ച് താലി കെട്ടി കൊണ്ടുപോകുന്നതിനല്ലേ ഞാൻ. ഒന്നെങ്കിൽ എന്നെ കൊല്ലണം, അല്ലെങ്കിൽ അവളെ കൊല്ലണം. അതാ നല്ലത്. കൊല്ലാം. വീഴാതെ വാ. അമ്മ ഒന്നിങ്ങോട്ട്. എന്റെ മോന്റെ ജീവിതം നശിച്ചു പോയില്ലേ? അവനെങ്ങനെ നശിക്കാൻ വിടാൻ പറ്റില്ല. എന്തെങ്കിലും എത്രയും വേഗം ചെയ്തേ പറ്റൂ. നമുക്ക് ആലോചിക്കാം. അമ്മ വാ. എന്നെ എങ്ങോട്ടേ കൊണ്ടുപോകുന്ന? എനിക്ക് പോണം, പോയേ പറ്റൂ. നീ ഇവിടെ ഇരി, കിടന്നേ അങ്ങോട്ട്. അങ്ങനെ കിടന്നാ പറ്റത്തില്ല. എനിക്കിത് തീർക്കണം അവളെ. പറയുന്നതൊന്ന് കേൾക്ക് പ്രണവേ. നീ കിടന്നൊന്ന് ഉറങ്ങ്. ഏട്ടത്തി പറയുന്ന പോലെ അല്ല ഏട്ടത്തി കാര്യങ്ങള്. എന്നെ പറ്റിച്ചിട്ട് അവളങ്ങനെ ജീവിക്കാന്ന് കരുതിയോ? ഈ പ്രണവ് ആരാണെന്ന് അവള് കരുതിയേ? വീടില്ല ഞാൻ. ഇന്ന് രാത്രി തന്നെ ഞാൻ അവളെ തീർക്കും. മണ്ണാൻ കട്ട. കള്ളും കുടിച്ച് ബോധമില്ലാതെ ഏതോ പോസ്റ്റിൽ കൊണ്ടുപോയി വണ്ടി ഇടിച്ച് കയറ്റിയിട്ട് ഭ്രാന്ത് പറയുന്ന കേട്ടില്ലേ? കറക്റ്റാ, കറക്റ്റാ ഏട്ടൻ പറഞ്ഞു. ഭ്രാന്താനിക്ക്, നട്ട ഭ്രാന്താനിക്ക്. അല്ലെങ്കിൽ അവളെ പോലെ ഒരുത്തിയെ കയറി ഞാൻ പ്രേമിക്കുവോ? അതിപ്പോഴെങ്കിലും മനസ്സിലായല്ലോ. ആയി ഏട്ടത്തി, മനസ്സിലായി. പക്ഷെ ഞാൻ കയറി പ്രേമിച്ചൊന്നും അല്ലതാ. എന്നെ വീഴ്ത്തിയതാ അവള്. അപ്പൊ ഞാൻ അവളെ ശിക്ഷിക്കണ്ടേ? കൊല്ലണ്ട ഏട്ടത്തി ഞാൻ അവളെ. നമ്മളെ വേദനിപ്പിച്ചവരോടെല്ലാം പ്രതികാരം ചെയ്യുന്നതിലല്ല മിടുക്ക്. അവരുടെ മുൻപിൽ ജീവിച്ചു കാണിക്കുന്നതാ, ജയിച്ചു കാണിക്കുന്നതാ. ഇനിയെങ്കിലും അതൊന്ന് മനസ്സിലാക്ക്. ഇപ്പൊ നീ ഇങ്ങനെ കള്ളും കുടിച്ച് ബോധമില്ലാതെ നടക്കുന്നതാ ഏറ്റവും വലിയ ചതി. ശിവാന് നിന്നോട് ചെയ്തതിനേക്കാൾ വലിയ ചതിയാണ് പ്രണവേ നീ ഇപ്പൊ നിന്നോട് തന്നെ ചെയ്യുന്നത്. ശിവാനി എന്നോട് കാണിച്ചു തോർത്തിട്ട് എനിക്ക് സഹിക്കാൻ പറ്റത്തില്ല ഏട്ടത്തി.
എന്നെ വെറും കോമാളിയാക്കിയില്ലേ അവള്. പറ്റിച്ചില്ലേ? ഇനി അതൊന്നും പറഞ്ഞു നടന്നിട്ട് ഒരു കാര്യമില്ല. അവള് പോയി തുറഞ്ഞെന്ന് കരുതി സന്തോഷിക്ക്. ജീവിക്കാൻ നോക്ക്. ജീവിക്കാനാ ബെസ്റ്റ്. ഇനി എന്തോന്ന് ജീവിതം ഏട്ടാ, എല്ലാം കോഞ്ഞാട്ടയായില്ലേ. അതൊക്കെ നിന്റെ തോന്നല് മാത്രമാണ്. ദേ നോക്ക് പ്രണവേ, ഈ സമയത്തും നിന്റെ ഏട്ടൻ ഉറക്കം ഒഴിഞ്ഞ് ഓഫീസിലെ കാര്യങ്ങളൊക്കെ നോക്കുകയായിരുന്നു. നീ നോക്കേണ്ട ജോലിയായിരുന്നു. എടാ, ആ ഓണം ബോണസിന്റെ കാര്യം എന്തെങ്കിലും നീ ചെയ്തു കൊടുത്തായിരുന്നോ? ആ അതിനു മുന്നേ ഓണം ഇങ്ങെത്തിയ ഞാൻ അറിഞ്ഞില്ല. അത് കൊള്ളാം, പൊളിച്ച്. നോക്ക് പ്രണവേ, ഇത് നിനക്ക് അവസാന വാണിങ്ങാ. ഇത് ഇന്നത്തോടെ നിർത്തിക്കോണം. ഇനിയും ഇങ്ങനെ കള്ളും കുത്തിക്കയറ്റി ബോധമില്ലാതെ നടക്കാനാണ് നിന്റെ ഉദ്ദേശമെങ്കിൽ ഇങ്ങനെ ഒരു ഏട്ടനും നിനക്കില്ല, ഏട്ടത്തിയും ഇല്ല. ഏട്ടാ, ഏട്ടനോട് ക്ഷമിക്കണം ഏട്ടാ. എനിക്ക് മാപ്പ് തരണം. ഇവനെ പിടിച്ച് പെട്ടിക്കെടുത്ത് ഉറക്കേ. പ്രണവേ, വാ, ദേ. ഏട്ടത്തി എന്റെ അടുത്ത് ക്ഷമിക്കണം. ഈ മാപ്പ് തരണം. ഞാനൊരു പൊട്ടനാ, വിഡ്ഢിയാ, ഒരു വായിക്ക് കൊള്ളാത്തവരാ. എനിക്കെങ്ങനെ ആൾക്കാരുടെ മുഖത്ത് നോക്കണമെന്ന് പോലും അറിയത്തില്ല. നാണക്കേടാവുക. ശിവാനി ഇങ്ങനെ ചെയ്തു കളയുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. ഞാനിങ്ങനെ ആയിപ്പോയി ഏട്ടത്തി. ഏട്ടത്തി എൻ്റെ അടുത്ത് ക്ഷമിക്കണം, മാപ്പ് തരണം. പ്രണവേ, ഞാൻ പറയുന്നതൊന്ന് കേൾക്കും മോനെ. ദേ, നീ ഇങ്ങോട്ടൊന്ന് കിടന്നേ. ഏട്ടത്തി പറഞ്ഞ ഞാൻ കേൾക്കും. എന്റെ ദൈവം ഏട്ടത്തി. ഏട്ടത്തി എന്നെ രക്ഷിച്ചേ. വാ, നീ ഇവിടെ കിടക്ക. കിടക്കാം. നേരെ കിടക്കണം. ഞാനൊരു പമ്പര വിളിയ മൂടൻ, ഒന്നിനും കൊള്ളാത്തവൻ, മണ്ടൻ, ഒന്നിനും കൊള്ളാത്തവൻ. ഗൗതം, വാ. ഗോപിയേട്ടൻ പറയുന്നത് ശരിയെന്ന് എനിക്കും തോന്നുന്നു. അത് തന്നെയാ ബുദ്ധി. ശരി ഗോപിയേട്ട, ഞാൻ ഗൗതമിനോട് നിധിയോടും അതിനെക്കുറിച്ച് സംസാരിക്കാം. നോക്കട്ടെ, പറ്റുമെങ്കിൽ നാളെ തന്നെ അവന്റെ ജാതകം കൊണ്ടുപോയി നോക്കാം. എന്താ വേണ്ടതെന്ന് വെച്ചാൽ ഞാൻ ചെയ്തോളാം.